ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ സാധാരണയായി മോശമായ സമയങ്ങളിൽ നിന്നും ഏറ്റവും മോശമായ തെറ്റുകളിൽ നിന്നുമാണെന്ന് ഓർക്കുക. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട്. എല്ലാ പക്ഷികളും മഴക്കാലത്ത് അഭയം കണ്ടെത്തുന്നു. എന്നാൽ മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് കഴുകൻ മഴ ഒഴിവാക്കുന്നു. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും. ഇന്നത്തെ നേട്ടങ്ങൾ ഇന്നലത്തെ അസാധ്യതകളായിരുന്നു. ഇരിക്കുമ്പോൾ നാം ഭയം ജനിപ്പിക്കുന്നു, പ്രവൃത്തിയിലൂടെ നാം അവയെ മറികടക്കുന്നു. ചില കാത്തിരിപ്പുകൾ അങ്ങനെയാണ്. വരുമെന്ന പ്രതീക്ഷയുടെ മധുരവും വരില്ലെന്ന യാഥാർത്ഥ്യത്തിന്റെ കയ്പും കലർന്നിട്ടുണ്ടാവും. ജീവിതം മൊത്തം ഇരുട്ടാണ്. അനുഭവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. പ്രശ്നങ്ങൾക്ക് വോൾട്ടേജ് കുറവാണ്. പോയും വന്നും ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. വേദന കനിഞ്ഞിറങ്ങും മുൻപേ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓരോ നിമിഷവും ഇനി തിരിച്ചു കിട്ടില്ലെന്ന അറിവോടെ ഓർത്തെടുക്കും മുൻപേ പെട്ടെന്നൊരു നിമിഷത്തിൽ പോവുക എന്നത് എത്ര മനോഹരമാണ്. ഒടുവിൽ ഓർമ്മകളായി തീരാൻ മാത്രം വഴിതെറ്റി നമ്മിലേക്കെത്തുന്ന ചിലരുണ്ട്. ഉണങ്ങാത്ത മുറിവിൽ ഉറുമ്പരിക്കുന്ന അവസ്ഥയാണ് ചിലരെക്കുറിച്ച് കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴും. നമ്മളെ മറന്നു തുടങ്ങിയവരോട് ഒന്നു മാത്രം: എന്നെ ഓർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മറന്നു വെച്ചിടത്ത് എന്നെ തിരയാതിരിക്കുക. മോശം സമയത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ചങ്ങാതിമാരുമായും കുടുംബവുമായും സംസാരിക്കുക. അവരെ ആശ്വസിപ്പിക്കുക. ഒപ്പം ഒത്തുചേരാനുള്ള ശക്തി നൽകുക. നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്ന കള്ളത്തെയാണ്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്നേഹത്തിൽ സന്തുഷ്ടരായിരിക്കാൻ കഴിയില്ല. സങ്കടം അത് രുചിയും വികാരവും നൽകുന്നു. 1000 നല്ലത് ചെയ്താലും അതാരും കാണില്ല. അറിയാതെ ഒരു തെറ്റെങ്ങാനും സംഭവിച്ചു പോയാലോ അതറിയാത്തവരായി ആരും ഉണ്ടാകില്ല. നമ്മുടെ സങ്കടങ്ങൾ നമ്മിൽ മാത്രമേ നോവുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നതും ഒരു തിരിച്ചറിവാണ്. നിശബ്ദമായി കരയുമ്പോഴാണ് ഏറ്റവും മോശം തോന്നൽ. കാരണം നിങ്ങൾ ആരാണെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചില ഓർമ്മകളെ ചില്ലുകുപ്പിയിൽ ഇട്ടുവെക്കണം. എന്നിട്ട് എവിടെയെങ്കിലും എറിഞ്ഞുടയ്ക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനാകുന്നത് പുഞ്ചിരിയാണ്. നിങ്ങളുടെ ദിവസവുമായി മുന്നോട്ടു പോകുക. കണ്ണുനീർ തടഞ്ഞു നിർത്തുക. നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് നടിക്കുക. വിണ്ടുകീറലുകൾ കൊടുക്കും അതിസമർത്ഥമായി തുന്നിച്ചേർക്കുമ്പോഴല്ല, മറിച്ച് ചേർന്നു പോവാനാവാത്ത വിധം നെഞ്ചോട് ചേർക്കുമ്പോഴാണ് ബന്ധങ്ങൾ ഓരോന്നും മനോഹരമാവുന്നത്. ഭൂമി നിങ്ങൾക്ക് ഇറുകിയതായി തോന്നുമ്പോൾ ആകാശത്തേക്ക് നോക്കുക. നനഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിക്കുന്നു. അന്നത്രമേൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം ചില ഓർമ്മകൾക്കിന്ന് അത്രമേൽ മറന്നിട്ടും മറയാൻ കൂട്ടാക്കാതെയിരിക്കുന്നത്. നിങ്ങളെ എപ്പോഴെങ്കിലും ആരെങ്കിലും നിരസിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. പ്രശ്നം നിങ്ങളിലല്ല, ആ വ്യക്തിയിലാണ്. മറന്നു പോകാനുള്ള മറവിയെ ഓർത്തിരിക്കാനും ഓർത്തിരിക്കേണ്ടതിനെ മറക്കാനും മനുഷ്യനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. മുഖത്ത് കണ്ണുള്ളവരായിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ കണ്ണുള്ളവരായിട്ട് ജീവിക്കണം. ഒന്നൊരുമിച്ചിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെയാണ് ഫോണിൽ 2 ധ്രുവങ്ങളിലിരുന്ന് ഊതി വീർപ്പിക്കുന്നത്. പറന്നുപോയ പക്ഷികൾ ഒരുപക്ഷെ തിരികെ വന്നേക്കാം. എന്നാൽ കൈവിട്ടുപോയ സ്നേഹവും വിശ്വാസവും തിരികെ വരണമെന്നില്ല. എല്ലാം ഓരോ തോന്നലുകളായിരുന്നുവെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാറില്ലേ? സ്വയം വീണ്ടെടുക്കാനുള്ള മനുഷ്യന്റെ മറ്റൊരു ശ്രമമാണത്. ആരുടെയും കണ്ണിലെ കരടാകാതിരിക്കുക. പറ്റുമെങ്കിൽ ചിന്തിപ്പിക്കുക, ചിരിപ്പിക്കുക. എത്രയൊക്കെ മനസ്സിരുത്തി വായിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയൊക്കെ അധ്യായങ്ങളാണ് നമുക്ക് ചുറ്റും. നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്.
അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പഠനങ്ങൾ പറയുന്നു, സ്വയം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ സത്യസന്ധരായിരിക്കും, നന്മയുള്ളവരായിരിക്കും, ഹൃദയാലുക്കളായിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസമാധാനം നിറഞ്ഞ ജീവിതമാണ്. തൻ്റെ ഉയർച്ചയിൽ, അധ്വാന മികവിൽ, സാമ്പത്തിക വളർച്ചയിൽ അഹംഭാവം ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. എന്നാൽ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, സ്നേഹം എന്നിവ നഷ്ടപ്പെട്ടാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു എന്ന് കരുതാം. ഹൃദയമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഹൃദയത്തിൽ കാരുണ്യവും ദയയും സഹാനുഭൂതിയും സ്നേഹവും നിറയുന്നെങ്കിൽ മാത്രമേ ആ ഹൃദയം ധന്യമാകുകയുള്ളൂ. നന്മയുടെ ചിന്തകളാൽ മനസ്സ് നിറഞ്ഞു തുളുമ്പുമ്പോഴേ സഹജീവികളെ കുറിച്ചുള്ള സഹാനുഭൂതി വളർന്നു തഴക്കുകയുള്ളൂ. ലോകത്തിൽ നന്മകൾ പുലരുകയുള്ളൂ. ആസക്തികളില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ ശരിക്കും സ്നേഹിക്കാൻ കഴിയും. കാരണം അവന്റെ സ്നേഹം ശുദ്ധവും ദൈവികവുമാണ്. മറഞ്ഞിരുന്ന് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാകാം മടുക്കാതെ മറക്കാതെ മരണം വരെ കൂടെയുണ്ടാവുക. നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമുണ്ടാവില്ല, നമ്മൾ ചോദിക്കാൻ മുന്നോട്ട് വരുന്നത് വരെ. മാറ്റം പ്രപഞ്ച നിയമമാണ്. നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു കോടീശ്വരനോ പാവമോ ആവാം. ശാന്തത, സൗമ്യത, നിശബ്ദത, ആത്മനിയന്ത്രണം, പരിശുദ്ധി ഇവയാണ് മനസ്സിന്റെ ശിക്ഷണങ്ങൾ. നമുക്കൊരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരിക്കലും അയാളുടെ മരണം വരെ കാത്തിരിക്കാതിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്നതിനോളം വരില്ലല്ലോ മരണശേഷമുള്ള വികാര പ്രകടനങ്ങൾ. കടന്നുപോയ അനുഭവങ്ങളെ അവസരമായും അതിലുപരി അനുഗ്രഹമായും കാണുന്നവന് അവന്റെ ജീവിതത്തെ അത്ഭുതമാക്കാനായിട്ട് കഴിയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അടിപൊളിയാണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ അതൊരു കരുത്താകും. നെഞ്ചു നിറച്ച് സ്നേഹം ഒളിപ്പിച്ചിട്ട് എന്താണ് കാര്യം? ഒരു തവണയേലും അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലേൽ ആ വാക്കുപോലും വിലയില്ലാത്തതാവും. സ്വന്തം മനസ്സിന്റെ പ്രയത്നത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉയരാൻ കഴിയും. അല്ലെങ്കിൽ അതേ രീതിയിൽ സ്വയം താഴ്ത്തുക. കാരണം ഓരോ വ്യക്തിയും സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്